മലബാർ സഭയുടെ തലശ്ശേരി അതിരൂപതയുടെ ചാൻസലറും PROയുമായ ഫാദർ ബിജു മുട്ടത്തുകുന്നേലിന്റെ ജാതകവും കൂടും കുടുക്കയുമെല്ലാം എറണാകുളത്തെ വിശ്വാസികളെടുത്ത് പുറത്തിട്ടു. ഇദ്ദേഹം സഭാ സ്നേഹികളോ സഭാദ്രോഹികളോ എന്ന തലക്കെട്ടിൽ ഒരു വാറോല പങ്കുവച്ചിരുന്നു. അത് വായിച്ചവരാണ് ഇദ്ദേഹത്തെ തേടി പുറപ്പെട്ടത്. ആ വണ്ടി ചെന്നു നിന്നത് ഞാട്ടിക്കുന്ന മഞ്ഞുമലയുടെ അടിവാരത്താണ്. പാംപ്ലാനിയെ പ്രീണിപ്പിക്കാനും ന്യായീകരിക്കാനും വേണ്ടി പുറത്തിറങ്ങിയ അന്യായമായ പോയ വാറോല അതിഗംഭീരമായിരുന്നു. സീറോ മലബാർ സഭയിലെ എറണാകുളത്തുകാരായ തിരുമേനിമാർക്കും എറണാകുളത്തെ വിമത വൈദികർക്കും അവരുടെ അൽമേനികളായ ആരാധകർക്കും നന്നെ ബോധിച്ചിട്ടുണ്ടാകും. വെടിപ്പും വൃത്തിയുമില്ലാത്ത ഈ വിളറിയ വാറോലയുടെ കർത്താവായ കത്തനാർ ആരാണെന്നറിയേണ്ട എന്നാണ് ഗവേഷകർ പങ്കുവച്ചത്. അങ്ങകലെ റോമാപുരിയിൽ സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പിന്റെ പ്രോക്കുലേറ്റർ ആയിരുന്ന മാർ സ്റ്റീഫൻ ചിറപ്പണത്തിന്റെ അസിസ്റ്റന്റ് ആയിരുന്നത്രേ ഇദ്ദേഹം. മാർ ജോർജ് ആലഞ്ചേരി പിതാവിനെ കടുത്ത സമ്മർദ്ദത്തിലാക്കി നേടിയെടുത്ത പദവിയാണിതെന്ന് രഹസ്യമായി ചോദിച്ചാൽ ഏത് മെത്രാനും പറഞ്ഞു തരും. എന്നാൽ കഷ്ടിച്ച് 7 മാസക്കാലമേ ആ സ്ഥാനത്ത് അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാനായുള്ളൂ എന്നത് നഗ്ന സത്യം. കാരണം പ്രൊക്കുലേറ്റർ ആയിരുന്ന ചിറപ്പണത്തപ്പനുമായി തുടക്കം മുതലേ പുലർത്തിപ്പോന്ന ശീതസമരം അതിന്റെ മൂർധന്യാവസ്ഥയിലെത്തി പൊട്ടിയൊലിച്ചു ദുർഗന്ധം വമിക്കുന്ന പരുവത്തിലായി. നിൽക്കക്കള്ളിയില്ലാതെ ചിറപ്പണത്തപ്പൻ ചീറിപ്പാഞ്ഞ് മൗണ്ട് സെന്റ് തോമസിൽ ഓടിയെത്തി. ആലഞ്ചേരി പിതാവിന്റെ മുമ്പിൽ അലമുറ ഇട്ടുകൊണ്ട് മുട്ടത്തുകുന്നേൽ കത്തനാർക്കെതിരെ നിരവധി പരാതികളടങ്ങിയ ഭാണ്ഡക്കെട്ട് അഴിച്ചിട്ടു. ഒന്നാമത് തന്റെ രഹസ്യങ്ങളെല്ലാം ചോർത്തിയെടുത്ത് സീറോ മലബാർ തിരുമേനിമാർക്കെല്ലാം അയച്ചു കൊടുക്കുന്നത്രേ. രണ്ടാമത് തന്നോടൊരു കാര്യവും ആലോചിക്കാതെ എല്ലാം തന്നിഷ്ടപ്രകാരം ചെയ്തു കൂട്ടുന്നു. മൂന്നാമത് കണക്കുകളൊന്നും കൃത്യസമയത്ത് തരുന്നില്ലെന്ന് മാത്രമല്ല, കണക്കിൽ സർവത്ര കള്ളം നിരത്തിയാണ് തരുന്നത് പോലും. നാലാമത് തന്നെ ഏറെ സംശയദൃഷ്ടിയോടെയാണ് കാണുന്നതെന്നും തന്നെ കുറിച്ച് ഇല്ലാ കഥകൾ മെനഞ്ഞെടുത്ത് റോമാപുരിയാകെ കൊട്ടിഘോഷിച്ച് നാറ്റിക്കുകയാണത്രേ. അഞ്ചാമത് റോമാപുരിയിൽ പലർക്കും താൻ മുൻകൈ എടുത്തു നൽകിയ വിരുന്നിനെ കുറിച്ച് തനിക്ക് അപകീർത്തികരമാകും വിധം പലതും പറഞ്ഞു പരത്തി പരിഹസിച്ചു കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള ഈ മുതലിനെ ഒരു നിമിഷം പോലും വച്ചു പൊറപ്പിക്കാൻ പാടില്ല, അടിയന്തിരമായി നടപടിയെടുത്തേ മതിയാകൂ എന്ന് ചിറപ്പണത്തപ്പൻ കർശനമായി ആലഞ്ചേരി പിതാവിനെ ധരിപ്പിച്ചു. ഒന്നുകിൽ തന്നെ പുറത്താക്കുക, അല്ലെങ്കിൽ അയാളെ പുറത്താക്കുക. ആകെ ധർമ്മസങ്കടത്തിലായ ആലഞ്ചേരി പിതാവ് ഭീഷണിക്ക് വഴങ്ങി മുട്ടത്തിന്റെ മുട്ടുകാൽ തല്ലിയൊടിച്ച് ഇനി ആ പദവിയിൽ തുടരേണ്ടെന്നും മടങ്ങിപ്പോന്നു കൊള്ളാനും നിർദ്ദേശം നൽകി. അങ്ങനെ അയാളെ പുറത്താക്കിക്കൊണ്ടുള്ള ഉത്തരവ് എഴുതിപ്പിച്ചു വാങ്ങിയെടുത്ത ശേഷമേ ചിറപ്പണത്തപ്പന്റെ കലിയടങ്ങുള്ളൂ. ഉത്തരവ് കിട്ടിയ പാടെ മുട്ടത്തുകുന്നേൽ കണ്ണീരും കിനാവുമായി റോമാപുരിയിൽ നിന്ന് തോമാക്കുന്നിൽ ഓടിയെത്തി ആലഞ്ചേരി പിതാവിന്റെ കാൽക്കൽ കമിഴ്ന്നടിച്ചു വീണുകൊണ്ട് പറഞ്ഞു, ഈ കൊലച്ചതി എന്നോട് വേണ്ടായിരുന്നു പിതാവേ എന്ന്. ആലഞ്ചേരി പിതാവ് ഉടനെ തന്നെ പാംപ്ലാനിയെ വിളിച്ചു കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ പാംപ്ലാനി പിതാവിന് ഈ നടപടി തീർത്തും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അംഗീകരിക്കേണ്ടതായി വന്നു. ഈ സാഹചര്യത്തിലാണ് മുട്ടത്തുകുന്നേൽ ചാൻസലർ പദവിയിൽ എത്തുന്നത്. മുട്ടത്തുകുന്നേലിനെ പുറത്താക്കിയ ആലഞ്ചേരി പിതാവിനെ ഞാൻ എന്തു വില കൊടുത്തും പുറത്താക്കിയിരിക്കുമെന്ന ശാഠ്യവുമായി മാർ പാംപ്ലാനി ഒരു ഭീഷ്മ പ്രതിജ്ഞ എടുത്തു. അപ്രകാരമാണ് പാംപ്ലാനി എറണാകുളത്തെ വിമത വൈദികരുമായി രഹസ്യധാരണയുണ്ടാക്കി കുതന്ത്രങ്ങൾ മെനയാൻ തുടങ്ങിയത്. ആ ദുരാലോചനയിലൂടെ വിരിയിച്ചെടുത്ത പിണ്ഡമാണ് ആലഞ്ചേരി പിതാവ് മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനം രാജിവെക്കുകയാണെങ്കിൽ എറണാകുളത്തെ വിമത വൈദികർ ഭൂമി കച്ചവട വിവാദം ഉപേക്ഷിച്ചുകൊണ്ട് ഏകീകൃത കുർബാന നടപ്പാക്കിക്കൊള്ളാമെന്ന് പാംപ്ലാനി വത്തിക്കാനിലെ പൗരസ്ത്യ തിരുസംഘത്തെയും മാർ സിറിൽ വാസിൽ പിതാവിനെയും തന്ത്രപൂർവ്വം അറിയിച്ചത്. ഇക്കാര്യം സാധ്യതമാക്കാനായി അദ്ദേഹം കൂട്ടുപിടിച്ചതാകട്ടെ ആലഞ്ചേരി പിതാവിന്റെ വിശ്വസ്ത വഞ്ചികനായ ഫാദർ അബ്രഹാം കാവിൽ പുരയിടത്തെയും. മതമിളകിയ പാംപ്ലാനി എന്ന ആനയുടെ മനസ്സിലുദിച്ച ഈ കെണിയിൽ വത്തിക്കാൻ വീണുപോയി. അപ്രകാരമാണ് വത്തിക്കാന്റെ ഇന്ത്യയിലെ സ്ഥാനപതി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പറന്നിറങ്ങി ആലഞ്ചേരി പിതാവിന്റെ രാജിക്കത്ത് അനവസരത്തിൽ എഴുതി വാങ്ങി അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കിയത്. പാംപ്ലാനിയുടെ ചതിക്കുഴിയിൽ വത്തിക്കാനും തദ്വാര ആലഞ്ചേരി പിതാവും വീണുപോയ വാർത്തയറിഞ്ഞ് ഫ്രാൻസിസ് പാപ്പ ഏറെ ദുഃഖിതനായി. പിന്നീട് വത്തിക്കാനിൽ വെച്ച് പാപ്പ ആലഞ്ചേരി പിതാവിനെ നേരിട്ട് കണ്ടപ്പോൾ ആശ്വസിപ്പിക്കുകയും കഴിഞ്ഞ ഒക്ടോബറിൽ വത്തിക്കാനിൽ വെച്ചു നടന്ന ആഗോള സിനഡിൽ പങ്കുചേരാൻ പ്രത്യേക ക്ഷണം നൽകി വിളിച്ചു വരുത്തി ആലഞ്ചേരി പിതാവിനെ പാപ്പ ആദരിക്കുകയും ചെയ്തു. അതോടെ പാംപ്ലാനി വത്തിക്കാന്റെ കണ്ണിലെ കരടായി മാറുകയും ചെയ്തു. ഈ സംഭവങ്ങൾക്കൊക്കെ നിമിത്തമായത് ബിജു മുട്ടത്തുകുന്നേൽ എന്ന കത്തനാരുടെ അച്ചടക്കരാഹിത്യമാണെന്ന് പൊതുജനത്തിന് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ഇനി ഇയാൾ ആരാണെന്ന് ചോദിക്കരുതെന്നാണ് തലശ്ശേരി ആലപ്പാട്ട് ആണയിട്ട് പറയുന്നത്.